നമസ്തേ. നമ്മളിന്ന് ധനുമാസത്തെ നക്ഷത്ര ഫലങ്ങളാണ് നോക്കുന്നത്. ധനുമാസം എന്ന് പറഞ്ഞാൽ 2024 ഡിസംബർ 16 മുതൽ 2025 ജനുവരി 13 വരെയുള്ള സമയം. ആദ്യം മേടക്കൂറുകാരുടെ കാര്യം നോക്കാം നമുക്ക്. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ്. അവർക്ക് ധനുമാസത്തിൽ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അധിക ചിലവുകൾ വന്നേക്കാം. ധനപരമായി പല കാര്യങ്ങളും അനുകൂലമായി തീരും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും സഹോദര സ്ഥാനീയരൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതെ സൂക്ഷിക്കുക. കുടുംബ ബന്ധങ്ങളിൽ ചില വിള്ളലുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മക്കളിൽ നിന്ന് അനുകൂലവും പ്രതികൂലവുമായ സമ്മിശ്ര പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. എപ്പോഴും ഒരു അകാരണമായ ഭയം, ദുഃഖം ഇതൊക്കെ മേടക്കൂറിനെ അലട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ മനസ്വസ്ഥത കുറയുന്ന സമയമാണ്. വീട്ടിലാണെങ്കിൽ ജീവിത പങ്കാളിയൊക്കെ ആയിട്ട് മക്കളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാകാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാം. ആരോഗ്യകാര്യത്തിലാണെങ്കിൽ അലർജി സംബന്ധമായ രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അലട്ടും. മാതാപിതാക്കളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. ശ്രദ്ധിക്കുക. വിവാഹ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ വന്നതിന് ശേഷം അനുകൂലമായി തീരാവുന്ന സമയം കൂടിയാണ്. അടുത്തത് ഇടവക്കൂറുകാരുടെ കാര്യമാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ്. അവർക്ക് ധനുമാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഡിസംബർ 16 മുതൽ 2025 ജനുവരി 13 വരെയുള്ള സമയം. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങളൊക്കെ വന്നു ചേരുമെങ്കിലും അഭിമാനകരമായ നേട്ടങ്ങളും ഉണ്ടാക്കാവുന്ന സമയമാണ്. ധനപരമായ നേട്ടങ്ങൾ, കാര്യവിജയങ്ങൾ ഇത് ജാതകത്തിലും കൂടി അനുകൂലമാണെങ്കിൽ ഇപ്പോൾ അവർക്ക് ആ കാര്യങ്ങളിലൊക്കെ ഒരു വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സുഹൃത്തുക്കൾ അത്ര അനുകൂലമായിരിക്കില്ല. ശ്രദ്ധിക്കുക. അവർ തരാമെന്ന് പറഞ്ഞിരിക്കുന്ന പല സഹായങ്ങളും തടസ്സങ്ങൾ കാരണം കിട്ടിയെന്ന് വരില്ല. കുടുംബ ബന്ധങ്ങളിലാണെങ്കിൽ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് മാതാപിതാക്കളോട്. മക്കളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. അപകടങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് സുഹൃത്തുക്കൾ അത്ര അനുകൂലമായിരിക്കില്ല. അവരിൽ നിന്ന് ചില തിക്ത അനുഭവങ്ങൾ ഉണ്ടാകും. ശ്രദ്ധിക്കുക. വിദേശ യാത്രാ സംബന്ധമായിട്ട് അനുകൂലത ഉണ്ടാകും. എങ്കിലും എല്ലാ കാര്യത്തിലും ഒരു ഭാഗ്യക്കുറവ് ഇടവക്കൂറുകാർക്ക് ധനുമാസത്തിൽ ഉണ്ടാവും. അടുത്തത് മിഥുനക്കൂറുകാരുടെ ധനുമാസ ഫലങ്ങളാണ്. മിഥുനക്കൂറ് എന്ന് പറഞ്ഞാൽ മകീരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ്. അവർക്ക് തൊഴിൽ രംഗത്ത് ചില മനപ്രയാസങ്ങൾ, തടസ്സങ്ങൾ, ധനപരമായ കാര്യങ്ങൾ വേണ്ട രീതിയിൽ നടന്നു കിട്ടാതിരിക്കുക, മറ്റുള്ളവർ തരാമെന്ന് പറഞ്ഞിരിക്കുന്ന സഹായങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടുക, കുടുംബത്തിൽ സ്വസ്ഥത കുറവായിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു മാസമാണ്. മക്കളൊക്കെ ആയിട്ടുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അതിര് കടക്കാതെ ശ്രദ്ധിക്കുക. രോഗങ്ങൾ മൂലം, കുടുംബത്തിലുള്ളവരുടെ രോഗങ്ങൾ മൂലം അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ആയിട്ട് കലഹങ്ങൾ മൂലം മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു മാസമാണ്. ജീവിത പങ്കാളിയായിട്ട് വാക്ക് തർക്കങ്ങൾ, അകന്നു നിൽക്കുക, ഇതിനൊക്കെ യോഗമുള്ള സമയമാണ്. ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായ സമയമാണ്. പുതിയ അഡ്മിഷൻ അല്ലെങ്കിൽ കോഴ്സുകൾ ഒക്കെ പഠിക്കാവുന്ന സമയമാണ്. യാത്രകൾ തടസ്സപ്പെട്ടേക്കാം. പ്രണയകാര്യങ്ങൾ അനുകൂലമാവില്ല. ചിലവുകൾ കൂടുന്ന സമയമാണ്. അതുകൊണ്ട് നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക. അത് സാമ്പത്തിക ബാധ്യതകൾ വരുത്താവുന്ന സമയമാണ് ഭാവിയിലേക്കൊക്കെ. അപ്പോൾ മാതാപിതാക്കളും ജീവിത പങ്കാളിയും മക്കളും ഒക്കെ ആയിട്ട് വാക്ക് തർക്കങ്ങൾ, കലഹങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്ത കർക്കിടകക്കൂറുകാരുടെ ധനുമാസ ഫലങ്ങൾ ഡിസംബർ 16 മുതൽ ജനുവരി 13 വരെയുള്ള സമയം. തൊഴിൽ മേഖലയിൽ ആവശ്യമില്ലാത്ത പദപ്രയോഗങ്ങൾ, വാക്ക് പ്രയോഗങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എങ്കിലും ധനപരമായിട്ട് അനുകൂലതയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്.
മറ്റുള്ളവർ സഹായങ്ങൾ തരാമെന്ന് പറഞ്ഞിരിക്കുന്നവർക്കൊക്കെ കാലതാമസം ഉണ്ടാകാമെങ്കിലും സഹായങ്ങളൊക്കെ ലഭിക്കും. കുടുംബത്തിൽ സമ്മിശ്ര അനുഭവമായിരിക്കും. സ്വസ്ഥതയുണ്ടാവും. അതേപോലെ തന്നെ ചില കലഹങ്ങളും പ്രതീക്ഷിക്കണം. മക്കളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. അവരുടെ വിദ്യാകാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാകാം. അവരുടെ ആരോഗ്യകാര്യത്തിലും ഒരു മേന്മക്കുറവൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. മാതാപിതാക്കൾ അനുകൂലമായിരിക്കും. യാത്രകളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെ ശ്രദ്ധിക്കുക. വിവാഹാദി കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായ സമയമാണ്. ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചാരവശാലുള്ള ഫലമാണ്. ആരുടെയും വ്യക്തിപരമായ കാര്യമല്ല. അതറിഞ്ഞ് കേൾക്കുക. അപ്പോൾ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.